ഹേയ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ഇത് ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള വീഡിയോ ആണ്. നമുക്കിന്നൊരു ഡിന്നർ ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കാലിക്കറ്റ് പാരഗൺ ഗ്രൂപ്പിൻ്റെ മീറ്റ് ആൻഡ് മാക്കറിൽ വെച്ചിട്ടാണ് ഇന്ന് നമുക്ക് തക്കാരം. ഇവിടുത്തെ മാനേജർ മണികണ്ഠനായിട്ടായിരുന്നു ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന സമയവും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്കുള്ള സീറ്റ്സൊക്കെ ഇവിടെ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇതൊരു കംപ്ലീറ്റ് ഫുഡ് വ്ളോഗാണ്. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് എ ബിഗ് സോറി ടു ഓൾ മൈ വ്യൂവേഴ്സ്. കാരണം ഞാൻ ഇതൊരു ഷോർട്ട് വീഡിയോ ആക്കാം എന്നുള്ള രീതിയിലാണ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു വെർട്ടിക്കൽ ആംഗിളിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഒരു 3 മിനിറ്റിൽ ഒതുക്കാൻ പറ്റിയ വീഡിയോ അല്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ മെനു നോക്കുമായിരുന്നു കേട്ടോ. മെനു നോക്കിയിട്ട് ഒരു 2-3 ഐറ്റംസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നമ്മൾ അവർക്ക് തന്നെ വിട്ടുകൊടുത്തു. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഫ്യൂഷൻ ഫുഡാണ്. അതെന്താണെന്ന് വീഡിയോ പോകെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സ്റ്റാർട്ടേഴ്സിൽ നമുക്ക് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഒരു അൾട്ടിമേറ്റ് സ്പെഷ്യാലിറ്റി ആയ മാക്രൽ റാഡിഷ് സൂപ്പാണ്. ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫിഷ് കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് ആധികാരികമായി പറഞ്ഞുതരാൻ പറ്റില്ല. മാക്രൽ എന്ന് പറഞ്ഞാൽ അയിലയാണ്. അയിലയ്ക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ആദ്യമായിട്ടാണ് മനസ്സിലാവണമെന്നാണ് അത് കഴിച്ചവർ പറഞ്ഞത്. അപ്പോൾ ഫിഷ് കഴിക്കാത്ത എനിക്ക് വേണ്ടി ഞാനൊരു ഡ്രം സ്റ്റിക്ക് ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ വെരി സാഡ് പാർട്ട് വാസ് ലൈക്ക് ഞാനിത് ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ മാക്രൽ റാഡിഷ് സൂപ്പ് അടിപൊളി ആയതുകൊണ്ട് തന്നെ ഇത് കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോയി പോകുമെന്ന് പറഞ്ഞിട്ട് അവരാരും ഇത് വല്ലാണ്ട് ട്രൈ ചെയ്യാൻ നിന്നിട്ടില്ല കേട്ടോ. ആൻഡ് നമ്മൾ ഡ്രം സ്റ്റിക്ക് ചിക്കൻ സൂപ്പ് വാസ് ഓൾസോ അടിപൊളി. അടുത്തത് നമ്മളുടെ ബുറാട്ട സാലഡാണ്. ഈ ബുറാട്ട എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ചീസാണ്. ഇതിനൊരു സോഫ്റ്റ് ബട്ടറി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് കേട്ടോ. ആൻഡ് ടേസ്റ്റ് വൈസ് ആണെങ്കിലും ചീസിൻ്റേതായിട്ടുള്ളൊരു കുത്തലൊന്നും ഇല്ലാണ്ട് ഒരു മൈൽഡ് ഫ്രഷ് ഒരു ക്രീമി ടേസ്റ്റ് ആയിരുന്നു. ഇത് ആക്ച്വലി ഞാൻ മെനു നോക്കി ഓർഡർ ചെയ്തൊരു ഐറ്റം ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് കംസ് ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പൊമേലോ സാലഡ്. പൊമേലോ നമ്മളെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ അല്ലേ, എൻ്റെ വീട്ടിലൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. പൊമേലോ ഇതുപോലെ ലൈറ്റ് പിങ്ക് കളറിലും ഉണ്ട്, വൈറ്റ് കളറിലും ഉണ്ട്. അത് വെച്ചിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കണേ. ഇതിൽ നമ്മുടെ പൊമേലോ, പോമഗ്രാനേറ്റ്, പിന്നെ കുറച്ച് സേവ്, അങ്ങനെ അതിൻ്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ടേസ്റ്റായിട്ട് ഭയങ്കര യമ്മി ആയിരുന്നു ആ സാലഡ്. കുറച്ച് കയ്പും കുറച്ച് മധുരമൊക്കെ ആയിട്ട്. നെക്സ്റ്റ് ഒരു അവക്കാഡോ മാംഗോ സാലഡായിരുന്നു കേട്ടോ. അതും അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ആ അവക്കാഡോ ആൻഡ് മാംഗോ അതിൻ്റെയൊക്കെ ഒരു ഫ്രഷ്നെസ് ഇല്ലേ, സൂപ്പർബായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ ഐറ്റംസും വരുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാനേജർ മണികണ്ഠൻ. ഏറ്റവും ഫ്രഷായിട്ടും ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന ഒരു ഫിഷാണല്ലോ മാക്രൽ. എന്തുകൊണ്ട് നമ്മുടെ മാക്രൽ ഫിഷിനെ ഒന്ന് ബെറ്ററാക്കി എടുത്തുകൂടാ? അതിനോണ്ടുള്ള സൂപ്പ്, അതുകൊണ്ടുള്ള ഞാൻ മെയിൻ കോസ്റ്റിൽ എടുക്കാം. ഇവിടെ ഒരു സിഗ്നേച്ചർ ഒരു കഞ്ഞിയുണ്ട്, ഭവാനി കഞ്ഞി എന്ന് പറയുന്നത്. അയിലയുടെ ഫില്ലി ആക്കിയിട്ട് പച്ചക്കുരുമുളക്, പച്ചക്കാന്താരി മസാലയിൽ സ്ലോ കുക്ക് ചെയ്ത് എടുത്തിട്ട് അപ്പോൾ കഞ്ഞി തന്നെ ഒരു വൈൽഡ് റൈസിൽ മിക്സ് ചെയ്താക്കി എടുക്കും. അഗെയിൻ 2 ഐറ്റംസും കൂടെ വന്നിട്ടുണ്ട്. ചുട്ട മസാല കബാബ് ആൻഡ് ടാമറിൻ നത്തോലി ഓൺ ടോസ്റ്റ്. ടാമറിൻ നത്തോലി ഓൺ ടോസ്റ്റ്, ബ്രിയോഷ് ബ്രെഡ്, പക്രീം, ഷാലോ ഫ്രൈഡ് നത്തോലി, പിന്നെ ഇഞ്ചിപ്പുള്ളി സോസ്, പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈസ്, പിന്നെ അതിൻ്റെ മുകളിൽ കെവിയർ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഐറ്റം. നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോവുകയാണെങ്കിൽ ദിസ് ഈസ് എ മസ്റ്റ് ട്രൈ. ഈ നെത്തോലിയും സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈസും പിന്നെ ഇഞ്ചിപ്പുളി പേസ്റ്റും എല്ലാം കൂടെ ഭയങ്കര കോമ്പിനേഷനാണെന്നാണ് പറഞ്ഞത്. അടുത്തത് സാൽമൺ നൈഗ്രി സുഷി. ആൻഡ് ഇതിലുള്ള സാൽമൺ റോ ആണ് കേട്ടോ. സഫ്നു ആദ്യമായിട്ടാണ് സുഷി കഴിക്കുന്നത്, റോ ഫിഷും. അവൾ എന്താ പറയുന്നത് നോക്കാം. സുഷി റോ അല്ലേ? ഞാൻ ഫസ്റ്റ് ടൈമാണ്. നോട്ട് ബാഡ്. എന്തിൻ്റെ ടേസ്റ്റാ? എനിക്ക് സോയ സോസിൻ്റെ ടേസ്റ്റ് പ്ലസ് ഒരു വെജിറ്റേറിയൻ ടേസ്റ്റാണ്.
അപ്പോൾ അടുത്ത ഐറ്റം ലാം ചോപ്സ് ആണ്. ഇതിൻ്റെ മാരിനേഷൻ, അതായത് ഇതിൻ്റെ മസാല വാസ് അടിപൊളി, ഭയങ്കര ടേസ്റ്റായിരുന്നു. ആൻഡ് ആ ലാമ്പിൻ്റെ ആ മീറ്റിൻ്റെ എസ്പെഷ്യലി അതിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള 2-3 പൊട്ടാറ്റോ സ്ലൈസസ് ഉണ്ടായിരുന്നല്ലോ, അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ കാണുന്നൊരു ഐറ്റം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ സെർവ് ചെയ്യണത്. നമ്മൾ ഓൾമോസ്റ്റ് 5 അഡൾട്ട്സ് ഉണ്ടായിരുന്നു, 2 കിഡ്സും. നല്ല രസത്തിലാട്ടോ അവർ നമുക്ക് എല്ലാവർക്കും സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ത്രൂ ഔട്ട് നമ്മളെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷെസ്റാനാണ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഐറ്റംസൊക്കെ ഓരോന്നായിട്ട് ഇവരിങ്ങനെ സെർവ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ആൻഡ് നമ്മൾ സ്റ്റൊമക്ക് ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും ഒരു ഹാഫ് ഫിൽഡ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നോർമലി ഓർഡർ ചെയ്യുന്ന പോലത്തെ റോട്ടി അല്ലെങ്കിൽ റൈസ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മൾ വാങ്ങിയിട്ടേ ഇല്ല. നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. എല്ലാവരുടെയും വയറൊക്കെ ഫുള്ളായോ, എന്താണ് അവസ്ഥ എന്നുള്ളൊരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് തലശ്ശേരി ബീഫ് സ്റ്റേക്ക്. ഇതൊന്നും ആക്ച്വലി മെനു നോക്കി നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് അല്ല കേട്ടോ, ഒക്കെ ഇവിടുത്തെ മസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുടിക്കാൻ എന്തെങ്കിലും ഓർഡർ ചെയ്താലോ എന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഇവിടുത്തെ കൊമ്പൂച്ച കണ്ടത്. സോ ഞാനൊരു ജിഞ്ചർ ലെമൺ കൊമ്പൂച്ചാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ കൊമ്പൂച്ചയും ഭയങ്കര ഇഷ്ടമായി. ആൻഡ് എനിക്ക് ഈ ബോട്ടിൽ അതിനേക്കാളും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇവിടെ വന്നൊരു മെമ്മറി സേക്കായിട്ട് ഈ ബോട്ടിൽ ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നാട്ടിലെത്തിയപ്പോഴത്തേക്കിനും ബോട്ടിൽ പൊട്ടിപ്പോയി. ആക്ച്വലി ഞാൻ നാട്ടിലെത്തുന്ന വരെ പൊട്ടിയിട്ടില്ലായിരുന്നു. ഇവിടെ എത്തിയതിന് ശേഷം ഞാൻ ആ ബാഗ് എവിടെയോ വെച്ച സമയത്താണ് പിന്നെ ഞാൻ നോക്കുമ്പം ഈ ബോട്ടിലാകെ ക്രഷ്ഡായി പോയിട്ടുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും ഏകദേശം ഫുള്ളായിട്ടോ. അപ്പോഴാണ് നമുക്ക് അടുത്ത ഐറ്റം വന്നിട്ടുള്ളത് ഭവാനി കഞ്ഞി. ഇതിൻ്റെ നടുക്കുള്ളത് കാന്താരി മുളകൊക്കെ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുള്ള മാക്രൽ ഫിഷാണ്, ബോൺലെസ്. അപ്പം ഞാൻ ഫിഷ് കഴിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ മാക്രൽ ആവാത്ത സൈഡിൽ നിന്നും എനിക്ക് കുറച്ച് സെർവ് ചെയ്ത് തരുമോ, അറ്റ്ലീസ്റ്റ് ആ കഞ്ഞീൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാലോ എന്ന്. ഈ കഞ്ഞിയിൽ ഉപയോഗിച്ചിട്ടുള്ള അരി എന്ന് പറഞ്ഞാലും അതും ഭയങ്കര വെറൈറ്റി ആട്ടോ. അവർ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത പോലൊന്നും എനിക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ അറിയില്ല. പക്ഷേ ടേസ്റ്റ് വൈസ് ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊരു കഞ്ഞിയാണെന്ന് നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ആൻഡ് എത്ര അടിപൊളിയായിട്ടാണെന്നറിയോ ആളിത് സെർവ് ചെയ്യണത്. അത് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ഡിഷോടുകൂടെ നമ്മൾ ഇന്നത്തെ മെയിൻ കോഴ്സ് അവസാനിപ്പിക്കുകയാണ്. ആൻഡ് ഡെസേർട്ട്സ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. കാരണം മക്കളിങ്ങനെ ഐസ്ക്രീം എന്നൊക്കെ പറയുന്നുണ്ട്. സോ വയറിൽ സ്ഥലം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആൻഡ് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഇത് നമ്മുടെ ഈ സ്റ്റാർട്ടർ കിട്ടും, ഫിഷിൻ്റെ ഫില്ലറ്റ് സ്റ്റാർട്ടർ വിത്ത് ചീസും കോക്കനട്ട് മിൽക്കും, അതിൻ്റെ സെയിം ടേസ്റ്റ്. Coming to dessert, this is their sticky toffee pudding with vanilla ice cream. യൂഷ്വലി എനിക്ക് ടോഫി അല്ലെങ്കിൽ ബട്ടർ സ്കോച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്നും പൊതുവേ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. സംഭവം അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. അഗെയിൻ ദിസ് ഈസ് ഓൾസോ എ മസ്റ്റ് ട്രൈ ഐറ്റം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഒരു മനുഷ്യനില്ല കേട്ടോ. ആക്ച്വലി അവരുടെ ക്ലോസിങ് ടൈമൊക്കെ കഴിഞ്ഞു. ആൻഡ് നമ്മളായിരുന്നു അവിടെ നിന്ന് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ദുബായിൽ വന്നിട്ട് കിട്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഡൈനിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ദി ഓണർ ഓഫ് പാരഗൺ ഗ്രൂപ്പ്, സുമേഷ് സർ.
ആൻഡ് ഇവിടെ നിന്ന് ഇറങ്ങുന്നതിൻ്റെ മുന്നേ നമ്മളെല്ലാവരും കൂടെ ഒരു ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് വരാം. ശരിക്കും ഈ വീഡിയോ ഒരു ഹൊറിസോണ്ടൽ ഫുൾ സ്ക്രീനിൽ കാണിക്കാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. സമയം ഏകദേശം നട്ടപ്പാതിരായിട്ടുണ്ട്. നമ്മൾ ദുബായിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവർക്ക് തിരിച്ച് അജ്മാനിലേക്ക് പോകാനുള്ളതാണ്. സോ ബൈ, ടാറ്റ, ടേക്ക് കെയർ.